പ്രിയപ്പെട്ടവരെ, ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. സ്വർണ്ണമൊക്കെ വാങ്ങാൻ നിങ്ങൾ വല്ല ഉദ്ദേശമുണ്ടോ? കുറച്ച് വൈകിട്ട് മതി. ലക്ഷം തൊട്ടിരിക്കുന്നു പൊന്ന്. സ്വർണ്ണവില 1 ലക്ഷം കടന്നു. എൻ്റെ പൊന്നെ, പവന് 1,16,600 രൂപ. പവന് 1,700, അതായത് ഒരു പവന് 1,16,600 രൂപ. നോക്കൂ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എത്രയാണ് നോക്കൂ, 1 ലക്ഷം കടന്നിരിക്കുകയാണ്. 1,16,600 രൂപയായിരിക്കുന്നു പവന്. എത്രയാ കൂടിയിരിക്കുന്നത്? പവന് കൂടിയിരിക്കുന്നത് 1,760 രൂപ, ഗ്രാമിന് കൂടിയിരിക്കുന്നത് 220 രൂപ. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, ഒടുവിൽ ആ ദിനം വന്നു ചേർന്നിരിക്കുന്നു. ലക്ഷം തൊട്ടിരിക്കുന്നു സ്വർണം. ഇനി എന്റെ പൊന്നേന്നൊക്കെ വിളിച്ചാൽ അതിന് ലക്ഷത്തിന്റെ വിലയുണ്ടാവൂ അല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, പുതുവർഷമാകുന്നതിന് മുൻപ് തന്നെ സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ 1 ലക്ഷത്തിനടുത്തേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും അത് പിന്നീട് വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ വില വർദ്ധിക്കുകയും ഒടുവിൽ 1 ലക്ഷത്തിന് മുകളിലേക്ക് സ്വർണത്തിന്റെ വില എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ സ്വർണത്തിന്റെ വില പവന് 1,01,600 രൂപയാണ്. ഇന്ന് മാത്രം വർദ്ധിച്ചത് പവന് 1,760 രൂപയും ഗ്രാമിന് 220 രൂപയുമാണ്. ഈ അന്താരാഷ്ട്ര വിപണിയിലെ വിലയുടെ മാറ്റം തന്നെയാണ് ഇന്ത്യയിലെ വിപണിയിലും കേരളത്തിലെ വിപണിയിലും ഒക്കെ തന്നെ പ്രതിഫലിക്കുകയും ചെയ്തത്. US പലിശ നിരക്ക് വീണ്ടും കുറക്കുമെന്ന സൂചനകൾ അത് സ്വർണ്ണവില വർദ്ധിക്കാൻ വേണ്ടി ഇടയായിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും ഈ വിദഗ്ധരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇനി 2020 നമ്മൾ ഓർക്കണം, ഏതാണ്ട് 40,000 രൂപ മാത്രമായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. 5 വർഷം പിന്നിടുമ്പോൾ ഏതാണ്ട് 60,000 രൂപയിലധികമാണ് സ്വർണത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും സ്വർണത്തിന്റെ വില എത്രയായിരിക്കും എന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഇത് സാധാരണ സ്വർണത്തിന്റെ വില മാത്രമാണ്. ഇതൊരു ആഭരണമായി വാങ്ങുമ്പോൾ പണിക്കൂലി അടക്കം ഇതിനേക്കാൾ അധികം എത്തും. അതായത് ഒരു പവന് ഏതാണ്ട് 1,10,000 രൂപയോളം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഓക്കെ, 1 ലക്ഷം കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു വിവാഹ മാർക്കറ്റിലൊക്കെ ചെറിയ ആശങ്കയുണ്ടാവും. കാരണം സ്വർണ്ണവില ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ഈ 100 പവൻ സ്വർണം എന്നൊക്കെ പറയുന്ന പഴയ തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി മാറേണ്ട കാലമായെന്ന് തോന്നുന്നു. 100 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 കോടി രൂപയായില്ലേ? അത് തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് 100 കോടി ഈ 100 പവൻ സ്വർണ്ണമൊക്കെ തന്നെ നൽകുന്ന ആളുകളെക്കാൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവുക സാധാരണക്കാരെ സംബന്ധിച്ചാണ്. അവർ ഒരു 5-10 പവൻ സ്വർണം സംഘടിപ്പിച്ച് മക്കളുടെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, മാതാപിതാക്കളൊക്കെ തന്നെ നമുക്ക് ചുറ്റുമുണ്ടാകും. അവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാകും. കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ സ്വർണം വാങ്ങാൻ വേണ്ടി പലപ്പോഴും പലരും ഈ പണമൊക്കെ തന്നെ സ്വരുക്കൂട്ടി ഇരിക്കുന്നുണ്ടാകും. അവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാകും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഏത് തരത്തിലായിരിക്കും ഇതിനെ മറികടക്കുക എന്ന കാര്യം വ്യക്തവുമല്ല. അതോടൊപ്പം തന്നെ സ്വർണ്ണമില്ലാതെ വിവാഹം നടക്കാത്ത ഒരു സാഹചര്യം പലയിടത്തും ഉണ്ട് താനും. അത്തരത്തിൽ സ്വർണം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആഭരണമായി മാറുകയും ചെയ്യുന്നു. അതോടൊപ്പം സ്വർണ്ണവില ഉയരുകയും ചെയ്യുന്നു. ഇതിൽ ഈ വിലയുടെ വർധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു മാസം മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, എല്ലാ ദിവസവും സ്വർണ്ണവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ 1 ലക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരു താൽക്കാലിക ആശ്വാസമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ശാശ്വതമായ വില കുറയുന്ന ഒരു സാഹചര്യമല്ല. അതിനപ്പുറത്തേക്ക് 1 ലക്ഷത്തിലേക്ക് മുകളിലേക്ക് തന്നെ സ്വർണ്ണവില ഉയരും. ഇനി ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിലേക്ക് തന്നെ ആയിരിക്കും വരും ദിവസങ്ങളിലേക്ക് തന്നെ സ്വർണ്ണവില ഉണ്ടാവുക എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. 5 വർഷം കൊണ്ട് 60,000 രൂപയിലധികമാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.